ഹായ് ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ദിവ്യ ജിജോ ഫ്രം ബ്ലൂം ആൻഡ് ഗ്രോ. ഏപ്രിൽ ഫുള്ളൊക്കെ ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നോ? എല്ലാവരും ഏപ്രിൽ ഫുള്ളൊക്കെ ആയോ? ഞാൻ രാവിലെ ഒന്ന് ആയിട്ടിരിക്കുകയാണ്. പൂമരങ്ങളായി വളർത്താവുന്ന കുറച്ച് കുറ്റിച്ചെടികളെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച പ്ലാന്റ്സാണ്. ചെക്ക് യുവർ കോർണർ എന്ന യൂട്യൂബ് ചാനലിലെ സിനു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ പ്ലാന്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സാണ്. ഞാൻ ഇതിക്ക് മുന്നേ മേടിച്ചിട്ടുണ്ട് പ്ലാന്റ്സ്. എല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് നിലത്തും ചട്ടിയിലും ഒതുക്കി വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സാണ്. എന്നാൽ നമുക്ക് അൺബോക്സിങ് കണ്ടാലോ? ഇന്ന് കുട്ടുവാണ് അൺബോക്സിങ് ചെയ്യുന്നത്. അവന് വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാക്കിംഗ് ആണ് ഇവരുടെ. സേഫായിട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്ലാന്റ്സും പാക്കിങ്ങുമാണ്. ഞാനിത് 5ാമത്തെ തവണയോ മറ്റോ ആണ് ചേച്ചിയോട് പ്ലാന്റ്സ് വാങ്ങിക്കുന്നത്. നല്ല പ്ലാന്റ്സ് കിട്ടുമ്പോൾ പിന്നെയും നമ്മൾ മേടിക്കുമല്ലോ, അപ്പോൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനും തോന്നും. ഞാൻ ടോട്ടൽ 6 പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 3 റോസിഡ പ്ലാന്റ്സ് അഥവാ ഫസ്റ്റ് ലവ് പ്ലാന്റ്സും, പിന്നെ ദുരാന്ത, റെഡ് പൗഡർ പഫ്, പിന്നെ ഒരു പവിഴമല്ലിയും. ഇതിൽ പവിഴമല്ലി മാത്രം കുറച്ച് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റാണ്. അതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് മണ്ണിലും ചട്ടിയിലും വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ്സാണ്. ഫസ്റ്റ് ലവിൻ്റെ ഏകദേശം 4-5 കളറോളം ഉണ്ട്. അതിലിപ്പോൾ ഞാൻ 3 കളറാണ് വാങ്ങിച്ചത്. യെല്ലോ കളർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഞാൻ ഓൺലൈനായിട്ട് കിട്ടുന്ന പ്ലാന്റ്സൊക്കെ അപ്പോൾ തന്നെ നടില്ല കേട്ടോ. പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ റൂട്ട് ബൗൾ കിട്ടുന്ന കവറോട് കൂടി തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കി വയ്ക്കും. അപ്പോൾ യാത്രാക്ഷീണമൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷായി പ്ലാന്റ്സ് കിട്ടും. അത് കഴിഞ്ഞാണ് സാധാരണ നടാറുള്ളത്. ഈ പ്ലാന്റ്സ് കിട്ടിയിട്ട് എനിക്ക് അന്ന് തന്നെ നടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നു. ചെറിയൊരു ഭാഗം മാത്രമാണ് നനഞ്ഞിരിക്കുകയുള്ളൂ, വെള്ളത്തിൽ വയ്ക്കുകയുള്ളൂ. പ്ലാന്റ്സ് ഫ്രഷ് ആയിരുന്നതുകൊണ്ട് പിറ്റേ ദിവസം നട്ടിട്ടും ഒന്നും പറ്റിയില്ല. ഇത് കണ്ടു, നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇത് റോസിഡോയുടെ വൈറ്റ് ആണ്. നല്ല ബ്രാഞ്ചസും ഒക്കെ വന്ന നല്ല പ്ലാന്റ്സാണ്. ഇത് ദുരാന്തയാണ്. ഇതും നല്ല ഹെൽത്തിയാണ്. പൗഡർ പഫ്. ഇനിയുള്ളത് പവിഴമല്ലിയാണ്. പവിഴമല്ലി സാധാരണ രാത്രിയിലാണ് പൂവിടാറ്. അതിൻ്റെ പൂക്കൾ നിലത്ത് ചാടി കിടക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് പിങ്ക് കളർ റോസിഡയാണ്. നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ട്. ഇത് റെഡാണ്. റെഡ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അത് എങ്ങനെയോ പോയി. അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. കണ്ടോ, റൂട്ട് ബൗളൊക്കെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ മണ്ണൊന്നും കളയില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെയാണ് നടുക. മണ്ണിലാണെങ്കിൽ ചെറിയ കുഴിയെടുത്ത് ഇത് നടുമ്പോൾ വളങ്ങളൊന്നും ചേർക്കാറില്ല. ഒന്ന് ജസ്റ്റ് പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാട്ടോ ചേച്ചി അയച്ചു തരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളോട് പറയും ഇപ്പോൾ പ്ലാന്റ്സ് ഇല്ല, ഇനി സ്റ്റോക്ക് വരുമ്പോൾ തരാമെന്ന്. റോസിഡയിൽ എല്ലാ സമയത്തും തന്നെ പൂക്കളുണ്ടാകും. പിന്നെ ഇടയ്ക്ക് നമ്മളിത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിറയെ ബ്രാഞ്ചസ്, നിറയെ മുട്ടുകളും ഉണ്ടാവുകയുള്ളൂ. അത് ഏതൊരു ചെടിയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിറയെ പൂക്കും. വീടിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിരുന്നു. അവിടെ നടാനാണ് ഇതൊക്കെ. ഇതവിടെ ഉണ്ടായിരുന്നൊരു ഷെഡാണ്. ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു ചെറിയ വീടാക്കി എടുക്കണം. ഇടയ്ക്കൊക്കെ പോവാലോ. ഇത് കണ്ടോ, ഞാൻ മണ്ണിലാണ് എല്ലാം നട്ടിരിക്കുന്നത്. പിറ്റേ ദിവസമാണ് നട്ടതെങ്കിലും എല്ലാം ഹെൽത്തി തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ ഞാൻ ചേച്ചിയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ചേച്ചിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ചേച്ചിയുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ബൊഗൺവില്ല, ഇലച്ചെടികൾ, പൂച്ചെടികൾ, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം ഹെൽത്തിയാണ്. ചേച്ചി കാറ്റലോഗ് അയച്ചു തരും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി ഇനിയും വരാം. താങ്ക് യു.